ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പം നമ്മൾ മറ്റൊരു സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ. അപ്പോൾ ഇതിവിടെ നമുക്ക് ചാപ്റ്റർ 9 എല്ലാവർക്കും സ്ക്രീനിൽ കാണാൻ കഴിയും. ചാപ്റ്റർ 9 നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ചാപ്റ്റർ 9 നമുക്ക് പഠിക്കാൻ പോകുന്നത് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് there are 24 very important auxiliary verbs are there. സോ ആ ഒരു ഓസ്ലറി വെർബുകളിൽ 24ഓളം ഓസ്ലറി വെർബുകൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഓസ്ലറി വെർബുകളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ദർ ആർ 2 kinds ഓഫ് ഓസ്ലറീസ്. സാധാരണ ഈ ഓസ്ലറി വെർബുകൾ ചെയ്യുന്ന ധർമ്മം ഗ്രാമറിക്കലി അവയുടെ ഫങ്ഷൻ എന്താണോ അതനുസരിച്ച് അവയെ 2 കാറ്റഗറിയായി തരംതിരിക്കാറുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഓസ്ലറീസ് ആണ്. സെക്കൻഡ് വൺ മോഡൽ ഓസ്ലറീസ് ആണ്. നമുക്ക് ഓരോന്ന് നോക്കാം. നമുക്ക് ആദ്യം പ്രിൻസിപ്പൽ ഓസ്ലറീസ് ഏതൊക്കെയെന്ന് നോക്കാം. ദേ ആർ ഡു, ബി, ഹാവ്. ഈ ടു, ബി, ഹാവ് എന്ന് പറയുമ്പോൾ ഈ 3 വാക്കുകൾ മാത്രമല്ല. ഡു എന്ന് പറയുമ്പോൾ ഡു ഫോംസുകളുണ്ട്. ഡു എന്ന ഓസ്ലറി വെർബ്, ഡസ്, ഡിഡ്, ഇത്രയും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട്. പിന്നെ ബി ഫോംസ് എന്ന് പറയുമ്പോൾ ഈസ്, ആറ്, ആം, വാസ്, വേർ. ആൻഡ് നെക്സ്റ്റ് വൺ ഹാവ് ഫോംസ്. ഹാവ് ഫോംസ് എന്ന് പറയുമ്പോൾ ഹാവ്, ഹാസ്, ഹാഡ്. ഓക്കെ, ഇത് കൂടാതെ മോഡൽ ഓസ്ലറീസ് വേറെയുണ്ട്. മോഡൽ ഓസ്ലറീസ് വില്ല്, ഷാള്, വുഡ്, ഷുഡ് അങ്ങനെ വരുന്ന മോഡൽ ഓസ്ലറീസ്. ഇവിടെ ഡു ഫോംസും ബി ഫോംസും ഹാവ് ഫോംസും കൂടുതൽ ടെൻസുകളിലാണ് യൂസ് ചെയ്യപ്പെടുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ അഥവാ ചാപ്റ്റർ നമ്പർ 7 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി മോഡൽ ഓസ്ലറികളെ നമുക്ക് അടുത്തൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് വൺ വില്ലാണ്. ഈ വില്ല് എന്ന ഓസ്ലറി വേർബിൻ്റെ നെഗറ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ വിൽ നോട്ട്. നമ്മൾ വോണ്ട് എന്നാണ് ചുരുക്കി പറയുക. എന്തിനൊക്കെയാണ് വില്ല് യൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക എല്ലാവരും. ഫസ്റ്റ് വൺ, ടു എക്സ്പ്രസ് ഫ്യൂച്ചർ ആക്ഷൻസ് വിത്ത് പ്രൊനൗൺ ഓഫ് ഓൾ 3 persons. ഓക്കെ, എല്ലാ അതായത് നമ്മൾ ഫസ്റ്റ് പേഴ്സൺ നമുക്കറിയാം ഐയും വിയും ആണ്. സെക്കൻഡ് പേഴ്സൺ യു ആണ്. തേർഡ് പേഴ്സൺ ഹി, ഷീ, ഇറ്റ്, ദേ ഒക്കെ തേർഡ് പേഴ്സൺ ആണ്. ഈ എല്ലാ പേഴ്സൻ്റെയും കൂടെ നമുക്ക് വില്ല് യൂസ് ചെയ്യാം. അപ്പോൾ അതൊരു ഫ്യൂച്ചർ ആക്ഷൻ, ഭാവികാല പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നതാണ്. ദ റെജിമെൻറ്റ് വിൽ അറ്റാക്ക് അറ്റ് ഡോൺ. റെജിമെൻറ്റ് ഡോൺ എന്ന് പറഞ്ഞ പ്രദോഷം, അവിടെ അറ്റാക്ക് ചെയ്യും എന്ന് പറയുന്നത്. അതായത് ഡോണിൽ എന്ത് ചെയ്യും? റെജിമെൻറ്റ് അറ്റാക്ക് ചെയ്യും എന്നാണ് പറയേണ്ടത്. ഇറ്റ് വിൽ റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്യും. ഇറ്റ് വിൽ റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്യും. അതുപോലെ ഇനി നെക്സ്റ്റ് വുഡാണ്. വുഡ് ആവട്ടെ ടു എക്സ്പ്രസ് ഹാബിച്വൽ ആക്ഷൻസ് ഇൻ ദ പാസ്റ്റ്. അതായത് കഴിഞ്ഞ സമയത്തെ പതിവായ ശീലങ്ങൾ പറയാൻ വേണ്ടി നമുക്ക് വുഡ് ചേർത്ത് ഉപയോഗിക്കാം. ഈ വുഡ് എന്ന് പറയുന്നത് ശരിക്കും വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് കൂടിയാണ് കേട്ടോ. ഓക്കെ, പാസ്റ്റ് ടെൻസ് ഫോം കൂടിയാണ്. സോ ഹി വുഡ് ലെറ്റ് എനിബഡി നോ വാട്ട് ഹി വാസ് ഡൂയിങ്. താൻ എന്താണ് ചെയ്യുന്നത് എന്ന് എല്ലാവരെയും അയാൾ അറിയിക്കും. ഓക്കെ, അതാണ് എല്ലാവരെയും അയാൾ അറിയിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴല്ല, മുമ്പ് സമയത്ത് താൻ എന്താണ് ചെയ്യുന്നത് എന്ന് എല്ലാവരെയും അയാൾ അറിയിക്കാറുണ്ടായിരുന്നു. അഥവാ കഴിഞ്ഞ കാല പതിവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓൺ സൺഡേസ് when I was a child we would get up early and fishing. അപ്പോൾ ഞായറാഴ്ചകളിൽ ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് ഞങ്ങൾ നേരത്തെ എഴുന്നേൽക്കാറുണ്ടായിരുന്നു, ഫിഷിങ്ങിന് പോവാറും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പറയുന്നത്. ഇനി സെക്കൻഡ് ആവട്ടെ, നമ്മൾ ഭാഗത്ത് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് പഠിച്ചു. അവിടെ വില്ലിൻ്റെ V2 ആയിട്ട് പാസ്റ്റ് ടെൻസ് ഫോം ആയിട്ട് വുഡ് ഉപയോഗിക്കുന്നു ഞാൻ പറഞ്ഞിരുന്നു. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും അത്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് വുഡ് ഉപയോഗിക്കാം. നോക്കിക്കോളൂ. എക്സാമ്പിൾ, ഹീ സെഡ് ഇറ്റ് വിൽ റെയിൻ ടുഡേ. പിന്നെ അവൻ പറഞ്ഞു ഇന്ന് മഴ പെയ്യും. അപ്പോൾ അത് നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ വില്ല് എന്തായി മാറും? വുഡായിട്ട് മാറും. ഹീ സെഡ് ദാറ്റ്
ഇറ്റ് വുഡ് റെയിൻ ദാറ്റ് ഡേ. അന്ന് മഴ പെയ്യുമെന്ന് അവൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഷോളാണ്. ഇതേപോലെ യൂസ് ചെയ്യുന്ന തേർഡ് ഓസ്ലറി ഷോളാണ്. ടു എക്സ്പ്രസ് ഫ്യൂച്ചർ ആക്ഷൻസ് വിത്ത് പ്രൊനൗൺ ഓഫ് ദ ഫസ്റ്റ് പേഴ്സൺ. നമ്മൾ ടെൻസ് പഠിച്ച ഭാഗത്ത് പറഞ്ഞിരുന്നു. ഫസ്റ്റ് പേഴ്സൺ ഐ ആവട്ടെ വി ആവട്ടെ രണ്ട് വേർഡിനെ കൂടെ നമ്മൾ ഷാൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഫ്യൂച്ചർ കാര്യങ്ങൾ പറയുക, ഭാവികാല കാര്യങ്ങൾ പറയുക. ഐ ഷാൾ റിങ് യു അപ്പ് ആസ് സൂൺ ആസ് ഐ അറൈവ്. ഞാൻ എത്തിച്ചേർന്ന ഉടനെ നിങ്ങൾക്ക് ഫോൺ ചെയ്യാം. ഈ റിങ് യു അപ്പ് എന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്യാൻ കേട്ടോ. ഓക്കെ. വി ഷാൾ ബി ദർ ഇൻ ടൈം. നമ്മളവിടെ സമയത്ത് എത്തും. നമ്മളവിടെ സമയത്ത് തന്നെ എത്തും. ഓക്കെ. അതാണ് ഷോളിൻ്റെ യൂസേജ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓസ്ലറി ഷുഡാണ്. ഷുഡ് നമുക്കറിയാം ഷോളിൻ്റെ വീറ്റ് ഫോം കൂടിയാണ്, പാസ്റ്റ് ടെൻസ് ഫോം കൂടിയാണ്. ആ പ്രയോഗമാണ് ഫസ്റ്റ് വരുന്നത്. ആസ് പാസ്റ്റ് ടെൻസ് ഓഫ് ഷാൾ ഇൻ റിപ്പോർട്ടഡ് സ്പീച്ച്. ഐ ഷാൾ ബി ദർ ബിഫോർ 10. ഞാൻ 10 മണിക്ക് മുമ്പേ അവിടെ എത്തും. ഐ സെറ്റ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ പറയാം? ഐ സെറ്റ് ദാറ്റ് ഐ ഷുഡ് ബി ദർ ബിഫോർ 10. ഓക്കെ. ഇനി ഡ്യൂട്ടി അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ, നമുക്ക് കടമയായിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ പിതാവിനെ അനുസരിക്കുക, മാതാവിനെ അനുസരിക്കുക, അതുപോലുള്ള ഡ്യൂട്ടികൾ, ധാർമ്മികമായ കാര്യങ്ങൾ, അതൊക്കെ ചെയ്യുന്നത് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫോമാണ് ഷുഡ്. പീപ്പിൾ ഷുഡ് ഡ്രൈവ് കെയർഫുള്ളി. ജനങ്ങൾ ശ്രദ്ധയോടുകൂടി ഡ്രൈവ് ചെയ്യണം. യു ഷുഡ് റിങ് അപ്പ് യുവർ ഫാദർ. നീ നിൻ്റെ പിതാവിനെ കോൾ ചെയ്യണം, നീ നിൻ്റെ പിതാവിന് ഫോൺ ചെയ്യണം. അതൊരു കടമയാണെന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഫോമാണ് മേ. MAY മേ. മേ നമ്മൾ യൂസ് ചെയ്യുന്നത് പോസിബിലിറ്റി പറയാൻ വേണ്ടിയാണ്, സാധ്യതകൾ. ആദ്യം ഇറ്റ് മേ റെയിൻ ടുഡേ. ഇന്ന് മഴ പെയ്യാം. ഓക്കെ, മനസ്സിലായോ? ഐ മേ ഗെറ്റ് എ മണി ഓർഡർ ടുമോറോ. എനിക്ക് നാളെ ഒരു മണി ഓർഡർ കിട്ടാം. അപ്പോൾ ആ രണ്ട് കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മേ യൂസ് ചെയ്യുന്നു. നമുക്കറിയാം മേ നമ്മളിപ്പോൾ സ്കൂളിലോ ക്ലാസ് റൂമിൽ അകത്തേക്ക് കയറാൻ വേണ്ടി പെർമിഷൻ കിട്ടാൻ വേണ്ടി ചോദിക്കുന്നൊരു ഫോമാണ് മേ വെച്ചുകൊണ്ട്, അല്ലേ? അപ്പോൾ അനുവാദം ചോദിക്കാനും ആസ്കിങ് പെർമിഷൻ നമുക്ക് മേ യൂസ് ചെയ്യാം. മേ ഐ ഗോ ഹോം. ഞാൻ വീട്ടിൽ പോകട്ടെ. ഇനി പിന്നെ അനുവാദം നൽകാനും മേ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് യു മേ ഗോ ഹോം. നിങ്ങൾക്ക് വീട്ടിൽ പോകാം. ഓക്കെ. പക്ഷെ ഇതൊക്കെ ഒരു ഫോർമലിയാണ് കേട്ടോ. ഒരു ഫോർമലി അഥവാ ഔപചാരികമായിട്ട് നമ്മൾ അനുവാദം ചോദിക്കാനും അനുവാദം കൊടുക്കാനുമാണ് മേ യൂസ് ചെയ്യുക. ഇനി മൈറ്റിൻ്റെ യൂസ് എന്താണ്? ആസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് മേ ഇൻ റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ചുകളിൽ ഈ മേൻ്റെ പാസ്റ്റായിട്ട് മൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ നോക്കിക്കോളൂ. ഹീ സെഡ് ഇറ്റ് മേ റെയിൻ ടുഡേ. അവൻ പറഞ്ഞു ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഹീ സെഡ് ദാറ്റ് ഇറ്റ് മൈറ്റ് റെയിൻ ദാറ്റ് ഡേ. അന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് അവൻ പറഞ്ഞു. ഇതാണ് ആ ഒരു എക്സാമ്പിൾ. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്കറിയാം ക്യാൻ ഉപയോഗിക്കുകയാണ്. ക്യാൻ അടുത്ത് വരുന്നത്. ക്യാന് വളരെ പ്രധാനപ്പെട്ട രണ്ട് യൂസേജ് എന്ന് പറഞ്ഞാൽ, ഒന്ന് അബിലിറ്റി, നമ്മുടെ കഴിവുകൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഐ ക്യാൻ സ്വിം. എനിക്ക് നീന്താൻ കഴിയും. ഷീ ക്യാൻ സ്വിം. അവൾക്ക് നീന്താൻ കഴിയും. ഇനി സെക്കൻഡ് പെർമിഷൻ, ആസ്കിങ് പെർമിഷന് വേണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു മേ നമ്മൾ ഉപയോഗിക്കുന്നത് ഔപചാരികമായിട്ടാണെങ്കിൽ. ഇപ്പോൾ സ്കൂളിലും ഓഫീസിലും ഒക്കെ, ക്ലാസ് റൂമിലും ഓഫീസ് റൂമിലൊക്കെ കയറാൻ വേണ്ടി നമുക്ക് മേ ഐ കമിൻ സാർ എന്ന് പറയാം. എന്നാൽ അതൊരു വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാൻ ഐ ഗെറ്റ് ഇൻ, ക്യാൻ ഐ കമിൻ, അങ്ങനെയാണ്. കാരണം ക്യാൻ ഉപയോഗിക്കുമ്പോൾ അത് മോർ ഫ്രണ്ട്ലി ആയിട്ട് മാറുകയാണ്. സമയം മേ ആണെങ്കിൽ അത് ഒഫീഷ്യലാണ്. ഇതാണ് വ്യത്യാസം. ക്യാൻ ഐ ഗോ നൗ, ഞാനിപ്പോൾ പോകട്ടെ. അപ്പോൾ ഇതിന് മറുപടി പറയാൻ കൂടി ക്യാൻ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. യു ക്യാൻ ഗോ നൗ, നിങ്ങൾക്ക് ഇപ്പോൾ പോകാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ക്യാനിൻ്റെ പ്രധാനപ്പെട്ട യൂസേജുകൾ. ഓക്കെ. നെക്സ്റ്റ് വന്ന് കുഡാണ്. കുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പാസ്റ്റ് അബിലിറ്റി, അഥവാ മുമ്പ് സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു, ആ അർത്ഥത്തിൽ നമുക്ക് കുഡ് യൂസ് ചെയ്യാം. ഐ കുഡ് സ്വിം വെൻ ഐ വാസ് യങ്. ഞാൻ ചെറുപ്പമായിരുന്ന കാലത്ത് എനിക്ക് നീന്താൻ കഴിഞ്ഞു എന്ന് പറയാം. ഇപ്പോൾ അത് ചെയ്യാൻ കഴിയുന്നില്ല. മനസ്സിലായല്ലോ? ഓക്കെ. ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ ഒരു ഫോർമാറ്റ് പറയാവുന്നതാണ്. ഓക്കെ.
നെക്സ്റ്റിലേക്ക് വരുമ്പോൾ ഇൻ പൊളൈറ്റ് റിക്വസ്റ്റ്, കാരണം ഏറ്റവും ഭവ്യതയേറിയ അപേക്ഷകൾ പറയുക, അനുവാദം ചോദിക്കുക, അതിനൊക്കെ നമുക്ക് കുഡ്, ഞാൻ നേരത്തെ പറഞ്ഞത് ക്യാനായിരുന്നു, കുഡാണ്, കുഡ് യൂസ് ചെയ്യുക. കുഡ് യു ഹെൽപ്പ് മീ, ദയവായി നിങ്ങൾ എന്നെ സഹായിക്കുമോ. ഇത് വളരെ ഭവ്യതയേറിയ മര്യാദയേറിയ ഒരു അപേക്ഷയാണ്. ഓക്കെ, ഇനി മസ്റ്റാണ്. പലപ്പോഴും നിർബന്ധമായ കാര്യം പറയാൻ വേണ്ടിയാണ് ഇംഗ്ലീഷിൽ മസ്റ്റ് യൂസ് ചെയ്യുക. ടു എക്സ്പ്രസ് കമ്പൾഷൻ. കമ്പൾഷൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ നിർബന്ധം എന്നാണ്. യു മസ്റ്റ് സബ്മിറ്റ് യുവർ റിപ്പോർട്ട് ടുഡേ ഇറ്റ് സെൽഫ്. നിങ്ങൾ ഇന്ന് തന്നെ റിപ്പോർട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്താണ് ഓട്ട് ടു. ടു എക്സ്പ്രസ് ഒബ്ലിഗേഷൻ ഓർ ഡ്യൂട്ടി. നമ്മുടെ എന്താ പറയുക, ഒബ്ലിഗേഷൻ, നമ്മുടെ കടമകൾ പറയാൻ വേണ്ടി നമ്മൾ ഷുഡ് ഉപയോഗിച്ചില്ലേ, അതേപോലെ ഒരു വ്യത്യാസവും ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്നൊരു വാക്കാണ് എന്ത്, ഓട്ട് ടു. ഇത് ഉച്ചരിക്കേണ്ടത് ഓട്ട് ടു എന്നാണ്. അവിടെ UGH ഉച്ചാരണമില്ല. അപ്പോൾ OT മാത്രം, ഓട്ട് ടു. ഓക്കെ, യു ഓട്ട് ടു ബി മോർ കെയർഫുൾ. നിങ്ങൾ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കണം. യു ഓട്ട് ടു റെസ്പെക്റ്റ് യുവർ എൽഡേഴ്സ്. നിങ്ങൾ മുതിർന്നവരെ ബഹുമാനിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. നമുക്ക് 2 വേർഡ്സുകൾ ജസ്റ്റ് എക്സാമ്പിൾ ഇല്ല, മനസ്സിലാക്കിയാൽ മതി. അത് സെമി മോഡൽ എന്നറിയപ്പെടുന്നുണ്ട്. ഡെയറും നീഡുമാണ്. മാത്രമല്ല യൂസ്ഡ് ടു എന്നുള്ള ഫോമും ഉണ്ട്. ഡെയർ എന്ന് പറഞ്ഞാൽ ധൈര്യം ഉണ്ടാവുക. ഇപ്പം നമ്മൾ പറയാറില്ലേ, ഹൗ ഡെയർ യു, നിങ്ങൾക്ക് എങ്ങനെ ധൈര്യമുണ്ടായി അല്ലേ. ഇപ്പം നമ്മൾ പലപ്പോഴും ചൂടായി കണ്ടൊക്കെ ദേഷ്യം കയറി പറഞ്ഞ ഫോമാണ് ഹൗ ഡെയർ യു, നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നോ. ഓക്കെ, ഹൗ ഡെയർ യു ടു സ്പീക്ക് മീ ലൈക്ക് ദാറ്റ്, എന്നോട് അപ്രകാരം സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു. അതുപോലെ നീഡിന് ആവശ്യമുണ്ടാവുക. യു നീഡ് ടു കം ഹിയർ, നിങ്ങൾ ഇവിടെ വരേണ്ട ആവശ്യമുണ്ട്, നിങ്ങൾ ഇവിടെ വരേണ്ട ആവശ്യമുണ്ട്. ഇനി അടുത്താണ് യൂസ്ഡ് ടു, പതിവായിരുന്നു. ആ യൂസ്ഡ് ടു സ്റ്റഡി ഇംഗ്ലീഷ് വെൻ ഐ വാസ് യങ്. എനിക്ക് ചെറുപ്പമായ കാലത്ത് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുക പതിവായിരുന്നു. ഒരു കഴിഞ്ഞകാല പതിവ് പറയാൻ വേണ്ടിയാണ് യൂസ്ഡ് ടു ഉപയോഗിക്കുക, ഇപ്പോഴത്തെ പതിവല്ല കേട്ടോ. അപ്പം ഇത്രയുമാണ് നമുക്ക് ഓസ്ലറീസ് എന്ന ഈ ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എക്സാം വളരെ അടുത്തു. ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് കണ്ട് കാണുക. അതിൻ്റെ കൂടെ കാര്യങ്ങൾ വേഗം മനസ്സിലാക്കാൻ കൂടി ഞാൻ പ്രത്യേകമായിട്ട് പറയുകയാണ് കേട്ടോ. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.